ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസ് നറൂട്ടോ പലതവണയായി ഓൾമോസ്റ്റ് മരിക്കാനായ അവസ്ഥയിലൊക്കെ എത്തിയ ശ്രമങ്ങളുണ്ട്. എന്നാൽ ഈ സമയത്ത് കറക്റ്റായി ആരെങ്കിലും രക്ഷിച്ചത് കൊണ്ടാണ് നമ്മുടെ നറൂട്ടോ ഇപ്പോഴും ജീവനോടെയുള്ളത്. അപ്പോൾ നറൂട്ടോ മരിക്കാൻ ഗൈസ് നമ്മുടെ നറൂട്ടോ സീരീസിലെ നറൂട്ടോ പലതവണയായി ഓൾമോസ്റ്റ് മരിക്കാനായ അവസ്ഥയിലൊക്കെ എത്തിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ സമയത്ത് കറക്റ്റായി ആരെങ്കിലും രക്ഷിച്ചത് കൊണ്ടാണ് നമ്മുടെ നറൂട്ടോ ഇപ്പോഴും ജീവനോടെയുള്ളത്. അപ്പോൾ നറൂട്ടോ മരിക്കാനായിട്ടുള്ള 10 സന്ദർഭങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ നറൂട്ടോ സീരീസിലെ നറൂട്ടോ പലതവണയായി ഓൾമോസ്റ്റ് മരിക്കാനായ അവസ്ഥയിലൊക്കെ എത്തിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ സമയത്ത് കറക്റ്റായി ആരെങ്കിലും രക്ഷിച്ചത് കൊണ്ടാണ് നമ്മുടെ നറൂട്ടോ ഇപ്പോഴും ജീവനോടെയുള്ളത്. അപ്പോൾ നറൂട്ടോ മരിക്കാനായിട്ടുള്ള 10 സന്ദർഭങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എത്തിയ സന്ദർഭങ്ങളുണ്ട്. ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസിലെ നറൂട്ടോ പലതവണയായി ഓൾമോസ്റ്റ് മരിക്കാനായ അവസ്ഥയിലൊക്കെ എത്തിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ സമയത്ത് കറക്റ്റായി ആരെങ്കിലും രക്ഷിച്ചത് കൊണ്ടാണ് നമ്മുടെ നറൂട്ടോ ഇപ്പോഴും ജീവനോടെയുള്ളത്. അപ്പോൾ നറൂട്ടോ മരിക്കാനായിട്ടുള്ള 10 സന്ദർഭങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ 10th പ്ലേസിലുള്ളത് നമ്മുടെ കിഡ് നറൂട്ടോ ആണ്. അതായത് നമ്മുടെ നറൂട്ടോ ജനിച്ച ആ ഒരു സമയം ഒബീറ്റോ നൈൻറ്റെയിലിനെ ക്യാപ്ചർ ചെയ്യാൻ ലീഫ് വില്ലേജിൽ വന്നത് കൂടാതെ കുഷിന ആൻഡ് മിനാട്ടോ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യും. അതിൽ കുഷിന നറൂട്ടോയെ ജനിച്ച കുറച്ച് സമയത്തിൽ തന്നെ ഒബീറ്റോ നറൂട്ടോയെ ക്യാപ്ചർ ചെയ്യുന്നു. ഈ സമയം ഒബീറ്റോ വിചാരിച്ചിരുന്നെങ്കിൽ നറൂട്ടോയെ ഈസി ആയിട്ട് കൊല്ലാമായിരുന്നു. എന്നാൽ വൈകാതെ തന്നെ നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ നറൂട്ടോയെ സേവ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഇതിന്റെ ലാസ്റ്റ് കുറാമയെ നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിൽ സീൽ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കുറാമ നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം മിനാട്ടോ ആൻഡ് കുഷിന നറൂട്ടോയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ മിനാട്ടോയും കുഷിനയും നറൂട്ടോയെ സേവ് ചെയ്തില്ലെങ്കിൽ നറൂട്ടോ ആ സ്പോട്ടിൽ തന്നെ മരിക്കുമായിരുന്നു. ഇനി 9th പ്ലേസിലുള്ളത് ഇറുക്ക സെൻസെ സേവ്ഡ് നറൂട്ടോ ഉസുമാക്കി. അതായത് നറൂട്ടോ ക്ലാസിക്കിലെ നറൂട്ടോ ഒരു വീക്ക് ആയിട്ടുള്ള കഥാപാത്രമാണ്. അക്കാദമിയിൽ ഉണ്ടായ ടെസ്റ്റിൽ പോലും പാസ്സായില്ല. ഷാഡോ ക്ലോൺ ജുറ്റ്സ് വരെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നറൂട്ടോയെ എപ്പോഴും കളിയാക്കുകയും ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ മിസുക്കി വന്ന് നറൂട്ടോയോട് നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കറക്റ്റായി മനസ്സിലാകും, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ക്രോൾ ഓഫ് സീലിംഗിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കിടിലൻ ജുറ്റ്സൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നീ പഠിച്ചെടുത്താൽ പവർഫുൾ ആയി മാറും. പിന്നെ നിന്നെ ആരും കളിയാക്കില്ല എന്നൊക്കെ പറഞ്ഞ് നറൂട്ടോയെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മിസുക്കിയുടെ ഈ ഒരു ട്രാപ്പിൽ വീണ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു ദിവസം രാത്രി ആ ഒരു സ്ക്രോൾ ഓഫ് സീലിംഗ് മോഷ്ടിക്കും. നറൂട്ടോ ഈ ഒരു സ്ക്രോള് മോഷ്ടിച്ച ആ സമയം തന്നെ ഇറുസൻ അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിഷയം നമ്മുടെ ഇറൂക്ക സെൻസെ മനസ്സിലാക്കി നറൂട്ടോയെ തേടി പോകുന്ന സമയത്താണ് മിസുക്കി ഇറൂക്കയെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ സമയമാണ് മിസുക്കി ബാക്കിയുള്ള രഹസ്യങ്ങൾ നറൂട്ടോയോട് പറയുന്നത്. എടാ നറൂട്ടോ, നിന്റെ അകത്താണ് ആ ഒരു നൈൻറ്റെയിൽ ബീസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ നിന്നെ കാണുമ്പോൾ അകറ്റി നിർത്തുന്നതും പേടിക്കുന്നതൊക്കെ. കൂടാതെ ഇറൂക്കയുടെ പാരന്റ്സിനെ കൊന്നത് നിന്റെ അകത്തുള്ള നൈൻറ്റെയിൽ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്ന ആ ഒരു സമയത്ത് മിസുക്കി ഒരു ഷുറിക്കൻ വെച്ച് നറൂട്ടോയെ അറ്റാക്ക് ചെയ്യും. എന്നാൽ കറക്റ്റ് സമയത്താണ് നമ്മുടെ ഇറൂക്ക സെൻസെ അവിടെ വന്ന് നറൂട്ടോയെ രക്ഷിക്കുന്നത്. ഇവിടെയും നമ്മുടെ ഇറൂക്ക സെൻസെ നറൂട്ടോയെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നറൂട്ടോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാകും. ഓക്കെ, ഇനി 8th പ്ലേസിലുള്ളത് നറൂട്ടോയുടെ സമണിങ്. അതായത് നറൂട്ടോ ഫസ്റ്റ് ടൈം ജിറായുടെ കയ്യിൽ നിന്നും സമണിങ് ജുട്സു പഠിക്കില്ലേ, അപ്പോൾ നമ്മുടെ നറൂട്ടോ ഗാമബുണ്ടയെ സമൺ ചെയ്യാൻ ഒരു വലിയ കുഴിയിലേക്ക് ജിറയെ തള്ളിയിടുന്നുണ്ട്. ഇവിടെ ജിറയ നീ ഏതെങ്കിലും ഒരു ടോഡിനെ സമൺ ചെയ്ത് രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ നറൂട്ടോ ഒന്ന് പേടിക്കുമെങ്കിലും പിന്നീട് കറക്റ്റായി സമൺ ചെയ്ത് ആ ഒരു ടോഡിനെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ നറൂട്ടോയ്ക്ക് ഇവിടെ ആ ഒരു ടോഡിനെ സമൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ നറൂട്ടോ മരിക്കാനുള്ള ചാൻസും കൂടുതലായിരുന്നു. ഓക്കെ, ഇനി 7th പ്ലേസിലുള്ളത് ഗാറ വാസസ് നറൂട്ടോ. ചുനിയൻ എക്സാം നടക്കുന്ന സമയത്ത് അതിന്റെ എൻഡിങ്ങിൽ ഒറോച്ചിമാറ് വന്ന് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് സാസ്കെ വാസസ് ഗാറ എന്ന ഫൈറ്റ് നടക്കുന്ന സമയം സാസ്കെ ഇവിടെ ഗാറയുടെ മുന്നിൽ തോൽക്കുന്നു. എന്നാൽ ഇവിടെ നറൂട്ടോ കറക്റ്റായി വന്ന് നറൂട്ടോ ഗാറയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ മാറി മാറി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗാറയുടെ ഒരു സ്പെഷ്യൽ അറ്റാക്ക് ആയിട്ടുള്ള സാൻഡ് കഫീൻ വെച്ച് നറൂട്ടോയെ ട്രാപ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി നോക്കും. ഗാറ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി
വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ നറൂട്ടോയുടെ മുകളിൽ ആ ഒരു സാൻഡ് വന്നപ്പോൾ തന്നെ നറൂട്ടോ ഇവിടെ സമണിങ് ജുട്സു വെച്ച് രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെയും നറൂട്ടോയുടെ ജീവൻ രക്ഷിച്ചത് ആ ഒരു സമണിങ് ജുട്സു ആണ്. ഓക്കെ, ഇനി 6th പ്ലേസിലുള്ളത് നറൂട്ടോ വാസസ് കാബൂട്ടോ. നറൂട്ടോ ക്ലാസിക്കിൽ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ കയ്യിൽ നിന്നും ഹിറുസൻ സറുട്ടോബി മരിക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹൊക്കാഗെ ആരാകണം എന്ന ഇതിൽ ആദ്യം ജിറയെയാണ് തെരഞ്ഞെടുക്കുക. എന്നാൽ ജിറയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് സുനാഡയെ ഹൊക്കാഗെ ആക്കാമെന്ന് കരുതി നമ്മുടെ ജിറയെയും നറൂട്ടോയും സുനാഡയെ തപ്പി പോകുന്നുണ്ട്. അങ്ങനെ ഇവർ പോയി അവിടെ എത്തിയ സമയത്താണ് സുനാഡെ വാസസ് ഒറോച്ചിമാറു എന്ന ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ ജിറയും നറൂട്ടോയും ഇവിടെ എത്തി ഇവരുടെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയമാണ് നമ്മുടെ നറൂട്ടോ വാസസ് കാബൂട്ടോ എന്ന ഫൈറ്റ് നടക്കുന്നത്. ഇവിടെ മാസായി നമ്മുടെ നറൂട്ടോ റെസിംഗൻ വെച്ച് കാബൂട്ടോയെ അടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഫൈറ്റിന്റെ അവസാനം എന്തു പറ്റി? നമ്മുടെ നറൂട്ടോയുടെ ചാക്രയൊക്കെ ഡ്രെയിനായി കുഴഞ്ഞു വീണ്. എന്നാൽ ഇവിടെ സുനാഡയുണ്ട്. പുള്ളിക്കാരി ഇവിടെ ഒരു മെഡിക്കൽ നിഞ്ചയാണ്. സുനാഡയ്ക്ക് അറിയുന്ന എല്ലാ ജുട്സു വെച്ചു നമ്മുടെ നറൂട്ടോയെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് സുനാഡെ ഇവിടെ നറൂട്ടോയെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നറൂട്ടോ ഒരുപക്ഷെ മരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി 5th പ്ലേസിലുള്ളത് നറൂട്ടോ വാസസ് സാസ്കെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നറൂട്ടോ ക്ലാസിക്കിൽ നറൂട്ടോയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ളത് നമ്മുടെ സാസ്കെയാണ്. എന്നാൽ സാസ്കെക്ക് ഈ ഒരു പവർ ഒന്നും പോരാ എന്ന് പറഞ്ഞ് ഒറോച്ചിമാറുവിന്റെ കൂടെ കൂടുന്നു. അങ്ങനെ ഇത് തടയാൻ വേണ്ടി നമ്മുടെ നറൂട്ടോ ആ ഒരു ഫൈനൽ വാലിയിൽ നിന്നും ഫസ്റ്റ് നമ്മുടെ നറൂട്ടോ വാസസ് സാസ്കെ എന്ന ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റിന്റെ തുടക്കത്തിൽ ഈക്വൽ ആയിട്ടാണ് ഫൈറ്റ് പോകുന്നതെങ്കിൽ പിന്നീട് ഒരു സമയം എത്തുമ്പോൾ നമ്മുടെ സാസ്കെ ആണെങ്കിൽ നറൂട്ടോയെ എടുത്തിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങും. ആ ഒരു മാഗ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ നമ്മുടെ നറൂട്ടോയുടെ ചെസ്റ്റിൽ സാസ്കെ കൈകൊണ്ട് കുത്തി ഇറക്കിയിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. എന്നാൽ ആനിമയിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണിച്ചു തന്നത്. അങ്ങനെ ഈ ഒരു അറ്റാക്കിൽ ഏകദേശം നമ്മുടെ നറൂട്ടോ മരിക്കാനായ അവസ്ഥയിലാണ് നറൂട്ടോയുടെ ബോഡിയിൽ നിന്നും ആ ഒരു കുറാമ ചാക്ര വരുന്നത്. ഇവിടെ ആ ഒരു 19ലെ ചാക്ര വന്നില്ലെങ്കിൽ ഇവിടെ നറൂട്ടോയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമായേനെ. എന്നാൽ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം നോക്കിയാലോ, ഇവിടെ അവസാനം വിൻ ചെയ്യുന്നത് നമ്മുടെ സാസ്കെയാണ്. ഇവിടെ നറൂട്ടോ അൺകോൺഷ്യൻസ് ആയി മയങ്ങി വീഴുമെങ്കിലും സാസ്കെക്ക് നറൂട്ടോ ഇവിടെ തീർക്കാമായിരുന്നു. എന്നാൽ സാസ്കെ ഇവിടെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇനി 4th പ്ലേസിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നറൂട്ടോ വാസസ് പെയിൻ. പെയിൻ ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നറൂട്ടോ വരികയും പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പെയിൻ ആണെങ്കിൽ ആ ഒരു റോഡ് വെച്ച് നറൂട്ടോയെ ട്രാപ്പ് ചെയ്ത് നറൂട്ടോ താഴെ വീഴുന്നു. ആ ഒരു വീണ സമയത്ത് തന്നെ സ്പോട്ടിൽ നമ്മുടെ നഗാട്ടോ വിചാരിച്ചാൽ നറൂട്ടോയെ തീർക്കാമായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ച് ടൈം എടുത്തത് കൊണ്ട് കറക്റ്റായി നമ്മുടെ ഹിനാട്ട വരികയും ഹിനാട്ടയെ അടിച്ച് സൈഡാക്കുകയും ചെയ്തപ്പോൾ നറൂട്ടോയുടെ കൺട്രോൾ പോയി ആ ഒരു 9 പുറത്തു വരികയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ നറൂട്ടോ ആ വീണ സമയത്ത് പെയിൻ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ നറൂട്ടോയുടെ കാര്യത്തിലും ഒരു തീരുമാനമായേനെ. ഓക്കെ, ഇനി 3rd പ്ലേസിലുള്ളത് നറൂട്ടോ വാസസ് കുറാമ. നേരത്തെ പറഞ്ഞ ആ ഒരു പെയിൻ ബാറ്റിലിൽ നറൂട്ടോയുടെ ബോഡി കുറാമ ടേക്ക് ഓവർ ചെയ്ത് മുഴുവനായും കുറാമ കൺട്രോൾ എടുക്കാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് അവിടെ മിനാട്ടോ വരുന്നത്. ആ ഒരു ഇന്നർ വേൾഡിൽ ആ സമയത്ത് തന്നെ നറൂട്ടോയെ ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു കറക്റ്റ് സമയത്ത് മിനാട്ടോ വന്നില്ലെങ്കിൽ നറൂട്ടോയുടെ ബോഡി കുറാമ കൊണ്ടുപോയേനെ. ഇനി 2nd പ്ലേസിലുള്ളത് ടെൻടെയിൽ വാസസ് നറൂട്ടോ. 4th ഗ്രേഡ് നിഞ്ച വാറിന്റെ സമയത്ത് നറൂട്ടോക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ട്. എന്നാൽ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ പുള്ളിക്കാരൻ മുഴുവനായും ടയർഡായി താഴെ വീണ് ഈ സമയം മുതലെടുത്ത് നമ്മുടെ ടെൻടെയിൽ ബീസ്റ്റ് ആണെങ്കിൽ നറൂട്ടോയെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ടെൻടെയിൽ ആ ഒരു അറ്റാക്ക് ചെയ്ത സമയത്ത് ഹിനാട്ട അത് മനസ്സിലാക്കി നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ വന്നപ്പോൾ നമ്മുടെ ഹിനാട്ടയും നറൂട്ടോയും പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ നെജി അവിടെ വന്ന് സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നറൂട്ടോ സീരീസിൽ തന്നെ ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള മൂമെന്റിൽ ഒന്നാണിത്. ഇവിടെ നെജി വന്നില്ലെങ്കിൽ നറൂട്ടോയും ഹിനാട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാകും. ഓക്കെ, ഇനി 1st പ്ലേസിലുള്ളത് നമ്മുടെ മാദറ വാസസ് നറൂട്ടോ. 4th ഗ്രേഡ് നിഞ്ച വാറിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ മാദറ ഉച്ചിഹ. മാദറ എതിർത്ത് നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോയവരൊക്കെ മരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നറൂട്ടോയും ഇതുപോലെ ആ ഒരു കുറാമ ചാക്ര എടുത്ത് മാദറയെ അറ്റാക്ക് ചെയ്യാൻ പോയ ആ ഒരു സമയത്ത് മാദറ എന്ത് ചെയ്യും? നറൂട്ടോയുടെ ബോഡിയിൽ നിന്നും പെട്ടെന്ന് ആ ഒരു കുറാമ ചാക്ര എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നറൂട്ടോയുടെ ബോഡിയിൽ നിന്നും ഇത് എക്സ്ട്രാക്ട് ചെയ്തതുകൊണ്ട് നറൂട്ടോയുടെ ബോധം പോയി താഴെ വീഴുന്നു. അതായത് മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലാക്കി നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ തന്റെ ബോഡിയിലുള്ള കുറാമ ചാക്ര നറൂട്ടോക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കും. അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ബ്ലാക്ക് സെറ്റ്സു കറക്റ്റായി അവിടെ വന്ന് മിനാട്ടോയുടെ ആ ഒരു കുറാമ ചാക്രയും തട്ടിയെടുക്കുന്നത്. എന്നാൽ പിന്നീട് ഒബീറ്റോയെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ഒബീറ്റോയുടെ അടുത്തുള്ള ആ ഒരു കുറാമ ചാക്ര നമ്മുടെ നറൂട്ടോയ്ക്ക് കൊടുക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സാക്കുറയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നറൂട്ടോ ഏകദേശം മരിക്കാനായ സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.